ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാം മധ്യേ മഹാഭാരതം. ആത്മഭാവങ്ങളെ, ഭഗവത്ഗീതയിലെ മർമ്മങ്ങൾ എന്ന പരമ്പരയിൽ ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം ഭയരഹിതനായി ജീവിക്കൂ. അന്തവന്ത ഇമേ ദേഹാ നിത്യസ്യോക്താ ശരീരിണ അനാശിനോ അപ്രമേയസ്യ തസ്മാദ്യുദ്ധസ്വ ഭാരത. നിത്യവും സത്യവുമായ പരമാത്മവസ്തുവിൽ കൽപ്പിതമാണ് ദൃശ്യപ്രപഞ്ചം. സർവവ്യാപ്തമായ അത് നാശരഹിതമാണ്. അതിനെ ആരാലും നശിപ്പിക്കുക അസാധ്യമാണ്. പ്രിയരെ, നമ്മുടെ മനസ്സ് കലങ്ങിയിരിക്കുമ്പോൾ എടുക്കുന്ന തീരുമാനം അധിക നേരം നീണ്ടു നിൽക്കുകയില്ല. മനസ്സ് പതറാതെ എല്ലാം വളരെ സൂക്ഷ്മമായും നിഷ്പക്ഷമായും കാണുന്ന ഗുരുവിന് മാത്രമേ തെറ്റും ശരിയും തീരുമാനിച്ചു കൊടുക്കുവാൻ കഴിയുകയുള്ളൂ. ഭഗവാന്റെ മുന്നിൽ എപ്പോഴാണോ അർജുനൻ ശിഷ്യഭാവത്തോടെ നിലയുറപ്പിച്ചത്, യഥാസമയത്ത് തന്നെ ലോകരഹസ്യം അർജുനന് ഭഗവാൻ വെളിവാക്കിക്കൊടുക്കുന്നു. നമുക്കെല്ലാവർക്കും ഓരോ ജനന ദിവസമുണ്ട്, ഡേറ്റ് ഓഫ് ബർത്ത്. എന്നാൽ അതിനു മുമ്പ് നമ്മൾ ഇല്ലായിരുന്നു, ഉണ്ടായിരുന്നു. അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉണ്ടായിരുന്നു, അതിനു മുമ്പ് പിതാവിന്റെ രക്തത്തിൽ, അതിനു മുമ്പ് ഊർജ്ജദാതാവായ അന്നത്തിൽ. ഇങ്ങനെ നമ്മൾ ഈ പ്രകൃതിയിൽ തന്നെ ഉണ്ടായിരുന്നു, ഇപ്പോഴുമുണ്ട്, നാളെ ഉണ്ടായിരിക്കുകയും ചെയ്യും. നമ്മുടെ ശരീരവും അതിനെ ആശ്രയിച്ചു നിൽക്കുന്ന കാമാദികളുമെല്ലാം നശിച്ചുപോകും. അവയെ എന്നും ഒരേ നിലയിൽ വച്ചുകൊണ്ടിരിക്കാൻ ആർക്കും കഴിയില്ല. എന്നാൽ ഓരോ ശരീരത്തിലും നിലനിൽക്കുന്ന ആത്മാവാകട്ടെ നാശമറ്റതാണ്. ശരീരം നശിക്കും, ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്ന വസ്തു, അതായത് നമ്മുടെ യഥാർത്ഥ വസ്തുവിന് നാശമേയില്ല എന്ന് മാത്രമല്ല, ആരാലും നശിപ്പിക്കാനും സാധ്യമല്ല. പിന്നെ എന്തിന്, ആരെ നാം ഭയപ്പെടണം? സ്നേഹപൂർവ്വം, രഞ്ജൻ കയനാടത്ത്.